വെൽക്കം ഓൾ സ്റ്റാർ മാത്സ് സൊല്യൂഷൻസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 9ാം ക്ലാസ്സിലെ പെയർസ് ഓഫ് ഇക്വേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലെ കുറച്ച് പ്രോബ്ലംസാണ് നോക്കാൻ പോകുന്നത്. ഇതിൻ്റെ ഒരു പാർട്ട് 1 ഉണ്ട്. ആ വീഡിയോ കാണാത്തവരൊന്ന് ആ വീഡിയോ കൂടി കാണണം. ഇതതിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. Price of 4 pen and 3 pencil is 66 rupees and the price of 7 pen and 3 pencil is 111 rupees. What is the price of pen and pencil? അപ്പോൾ നമുക്ക് ചോദ്യത്തിൽ കണ്ടുപിടിക്കാനുള്ളത് പെന്നിൻ്റെ പ്രൈസും പെൻസിലിൻ്റെ പ്രൈസും. നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ കണ്ടുപിടിക്കാനുള്ളതിന് എക്സ് വൈ എന്ന് കൊടുക്കും. നമ്മളിവിടെ പ്രൈസ് ഓഫ് പെന്നാണ് എക്സ് ആയിട്ട് എടുത്തിട്ടുള്ളത്, പ്രൈസ് ഓഫ് പെൻസിൽ വൈ ആയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ രണ്ടാമത്തെ സ്റ്റെപ്പ് നമ്മൾ പറഞ്ഞതുപോലെ ചോദ്യം വായിച്ചിട്ട് എക്സും വൈയും ഉപയോഗിച്ച് നമ്മൾ 2 ഇക്വേഷൻസ് ഉണ്ടാക്കും. അപ്പോൾ ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട് 4 പെന്നിനും 3 പെൻസിലിനും കൂടി 66 രൂപയാണ്. അപ്പോൾ 4 പെന്ന് എന്ന് പറയുമ്പോൾ ഒരു പെന്നിൻ്റെ പ്രൈസാണ് നമ്മൾ എക്സ് എന്ന് എടുത്തിട്ടുള്ളത്. അപ്പോൾ 4 പെന്നിൻ്റെ പ്രൈസ് എന്ന് പറയുമ്പോൾ 4x ആവും. ഒരു പെൻസിലിൻ്റെ പ്രൈസാണ് വൈ. അപ്പം 3 പെൻസിലിൻ്റെ പ്രൈസ് എന്ന് പറയുമ്പോൾ 3y. അപ്പം 4 പെന്നിൻ്റെ പ്രൈസ് 4xനോട് 3 പെൻസിലിൻ്റെ പ്രൈസ് 3yയും കൂടി ആഡ് ചെയ്ത് തരാം 66 ആണെന്നുള്ളത് നമുക്ക് തന്നിട്ടുണ്ട്. നമുക്ക് ഒന്നാമത്തെ ഇക്വേഷൻ കിട്ടി 4x + 3y = 66. അപ്പോൾ ഇത് നമ്മളെ ഒന്നാമത്തെ ഇക്വേഷൻ. ഇനി നമുക്ക് പറഞ്ഞിട്ടുണ്ട് 7 പെന്നിന്, ഒരു പെന്നിൻ്റെ പ്രൈസ് എക്സ് ആണെങ്കിൽ 7 പെന്നിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 7x. 7 പെന്നിനും 3 പെൻസിലിനും കൂടി എത്ര പൈസ ആവുന്നുണ്ട്? 111 രൂപയാണ് തന്നിട്ടുണ്ട്. അപ്പോൾ 7x + 3y = 111 വരും. ഇത് നമ്മളെ രണ്ടാമത്തെ ഇക്വേഷൻ. നമുക്കറിയാം നമ്മൾ ഇതുവരെ ചെയ്ത പ്രോബ്ലത്തിലെല്ലാം നമ്മൾ ഒന്നാമത്തെ ഇക്വേഷനിൽ നമുക്ക് രണ്ടാമത്തെ ഇക്വേഷനിൽ നിന്ന് x = സംതിങ് എന്ന് കിട്ടും. ആ എക്സ് നമ്മൾ ഒന്നാമത്തെ ഇക്വേഷനിൽ കൊടുക്കുക, അല്ലെങ്കിൽ നമുക്ക് y = എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അത് നമ്മൾ ഒന്നാമത്തെ ഇക്വേഷനിൽ കൊടുക്കുക. അങ്ങനെയാണ് ചെയ്തിട്ടുണ്ടായി. ഇതൊരു രണ്ടാമത്തെ സ്റ്റേജ് ഓഫ് പ്രോബ്ലം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ 2 ഇക്വേഷനിലും നമ്മൾ ഈ 2 ഇക്വേഷൻ സോൾവ് ചെയ്തിട്ടാണല്ലോ എക്സിൻ്റെയും വൈൻ്റെയും വാല്യൂ. അപ്പം നമ്മൾ ഇനി ഈ 2 ഇക്വേഷൻസ് സോൾവ് ചെയ്ത് എക്സിൻ്റെയും വൈൻ്റെയും വാല്യൂ കണ്ടുപിടിക്കാനാണ് പോകുന്നത്. നിങ്ങൾക്ക് ഈ ഇക്വേഷൻ നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ 2ലും 3y വരുന്നുണ്ട് അല്ലേ, 2ലും ഒരേ ടേം വരുന്നുണ്ട് 3y. നമ്മൾ രണ്ടാമത്തെ ഇക്വേഷനിൽ നിന്ന് ഒന്നാമത്തെ ഇക്വേഷൻ മൈനസ് ചെയ്താൽ ഈ 3yയും 3yയും അങ്ങ് മൈനസ് ചെയ്ത് വൈൻ്റെ ടേം ഇല്ലാണ്ടാവും. അപ്പോൾ എക്സ് മാത്രമുള്ള ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടും. ഒരു എക്സ് മാത്രമാണെങ്കിൽ നമുക്കത് പെട്ടെന്ന് സോൾവ് ചെയ്യാമല്ലോ. അപ്പോൾ ഈ വൈനെ നമുക്ക് ഒഴിവാക്കാം. അപ്പോൾ നമ്മൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് രണ്ടാമത്തെ ഇക്വേഷന് നമ്മൾ ഒന്നാമത്തെ ഇക്വേഷൻ മൈനസ് ചെയ്യും. അതായത് ഇക്വേഷൻ 2 ഇക്വേഷൻ 1 മൈനസ് ചെയ്യും. നിങ്ങൾ ശ്രദ്ധിക്കുക, രണ്ടാമത്തെ ഇക്വേഷനിൽ 7x നമുക്ക് 4x മൈനസ് ചെയ്യണം. 7x 4x മൈനസ് ചെയ്താൽ എത്ര വരും? 7x ഉണ്ട്, അതിൽ 4x മൈനസ് ചെയ്തു. അപ്പോൾ ബാക്കിയുള്ളത് 3x 3x വരും. പിന്നെ 3y 3y മൈനസ് ചെയ്താൽ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ 3x = ഇവിടെ 111 നമ്മൾ 66 മൈനസ് ചെയ്യണം. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 45 എന്നുള്ളത് കിട്ടി. നമുക്ക് 3x = 45 കിട്ടി. അപ്പോൾ നമുക്ക് x = 3 × x ആണ് 45. ഇനി x = വരുമ്പോൾ ഈ 3 ഇങ്ങോട്ടേക്ക് വരും. അപ്പോൾ x = 45 ഇവിടെ × 3 ആയതുകൊണ്ട് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ /3 വരും. 45 / 3 വരും. 45 / 3 എന്ന് പറയുന്നത് 15. അപ്പോൾ എക്സിൻ്റെ വാല്യൂ നമുക്ക് എത്ര കിട്ടി? 15 എന്ന് കിട്ടി. ഇനി ശ്രദ്ധിക്കണം, നമുക്ക് 1ൻ്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ രണ്ടാമത്തെ വേരിയബിൾ വൈൻ്റെ വാല്യൂ എങ്ങനെയാണെന്ന് കണ്ടെത്തിയിട്ടുണ്ടായിന്. ഈ എക്സിൻ്റെ വാല്യൂ നമ്മൾ ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ ഒന്നാമത്തതോ രണ്ടാമത്തതോ ആയ നമ്മൾ ഈ 2 ഇക്വേഷനിൽ ഏതെങ്കിലും ഒരു ഇക്വേഷൻ നമ്മൾ എടുക്കും. എന്നിട്ട് അവിടെ എക്സിന് പകരം നമുക്കിപ്പം കിട്ടിയ എക്സിൻ്റെ വാല്യൂ 15 കിട്ടിയല്ലോ, ആ വാല്യൂ നമ്മൾ ആ ഇക്വേഷനിൽ കൊടുക്കും. അങ്ങനെ നമ്മൾ വൈൻ്റെ വാല്യൂ കണ്ടെത്തും. നമുക്ക് ഈ ഒന്നാമത്തെ ഇക്വേഷൻ തന്നെ എടുക്കാം. 4x × എക്സിന് പകരം എന്ത് കൊടുക്കണം? 15 കൊടുക്കണം. അപ്പോൾ 4 × നോക്കിക്കോ 4 × 15 + 4 × 15 + 3y. 3yക്ക് പകരം 3y തന്നെ = 66 എന്ന് കിട്ടും.
4 ഇൻറ്റു 15 എത്രയാണ്? 60 വരും. അപ്പോൾ നമുക്കിവിടെ 4 ഇൻറ്റു 15 60 വരും. അപ്പോൾ ഈ 60നെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകുമ്പോൾ -60 വരും. അപ്പോൾ 66 - 60 വരും. ബാക്കിയുള്ളത് 3y മാത്രം. അപ്പോൾ 3y ഈക്വൽ ടു 66 - 60 വരും. 66 - 6 എന്ന് പറയുന്നത് എത്രയാണ്? 6. അപ്പോൾ നമുക്ക് 3y ഈക്വൽ ടു 6 കിട്ടും. അങ്ങനെയാണെങ്കിൽ y ഈക്വൽ ടു 3 ഇങ്ങോട്ടേക്ക് വരും. 6/3 ഈക്വൽ ടു 2 വരും. അപ്പോൾ നമുക്ക് എക്സിൻ്റെ വാല്യൂ 15ഉം വൈൻ്റെ വാല്യൂ 2 കിട്ടി. അതായത് പ്രൈസ് ഓഫ് പെൻ എന്ന് പറയുന്നത് 15ഉം പ്രൈസ് ഓഫ് പെൻസിൽ എന്ന് പറയുന്നത് 2. ക്ലിയർ ആയോ? അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ദ പെരിമീറ്റർ ഓഫ് എ റെക്റ്റാങ്കിൾ ഈസ് 26 സെൻറ്റിമീറ്റർ. Another rectangle with twice the length and thrice the breadth has perimeter 62 centimeter. What is the length and breadth of the rectangle? അപ്പോൾ നമ്മൾ അടുത്ത ചോദ്യം നോക്കാം. നമുക്കിവിടെ ഒരു റെക്റ്റാങ്കിൾ തന്നിട്ടുണ്ട്. റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്ററും തന്നിട്ടുണ്ട്, വേറൊരു കണ്ടീഷനും കൂടി തന്നിട്ടുണ്ട്. അങ്ങനെയാണ് നമ്മൾ ഈ റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത്തിൻ്റെയും ബ്രെഡ്ത്തിൻ്റെയും, അല്ലെങ്കിൽ ലെങ്ത്തും ബ്രെഡ്ത്തും എത്രയാണ്, അല്ലെങ്കിൽ സൈഡ്സിൻ്റെ ലെങ്ത്തുകൾ എത്രയാണെന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം നമ്മൾ കണ്ടുപിടിക്കേണ്ടതിന് എല്ലും ബിയും ആണ് കൊടുക്കുന്നത്, എക്സും വൈയും അല്ല. നമ്മൾ ലെങ്ത് ഓഫ് ദ റെക്റ്റാങ്കിൾ എല്ലിനും ബ്രെഡ്ത്ത് ഓഫ് ദ റെക്റ്റാങ്കിളിന് ബി എന്നും കൊടുത്തു. ഇവിടെ നിങ്ങൾക്ക് ലെങ്ത് ഓഫ് ഫസ്റ്റ് സൈഡിനെ എക്സ് എന്നും ലെങ്ത് ഓഫ് സെക്കൻഡ് സൈഡ് ഈക്വൽ ടു വൈ എന്ന് കൊടുത്തിട്ടും ഈ പ്രോബ്ലം ചെയ്യാം. കുറച്ചും കൂടി എളുപ്പത്തിന് വേണ്ടിയിട്ട്, മനസ്സിലാവാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ലെങ്ത്ത് നമ്മൾ എൽ എന്നും ബ്രെഡ്ത്തിന് നമ്മൾ ബി എന്നും കൊടുക്കുന്നത്. നമുക്കറിയാം ഒരു പെരിമീറ്ററിൻ്റെ ലെങ്ത്ത് എല്ലും ബ്രെഡ്ത്ത് ബി ആണെങ്കിൽ 2 ഇൻറ്റു എൽ പ്ലസ് ബി ആണ് അതിൻ്റെ പെരിമീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ 2 ഇൻറ്റു എൽ പ്ലസ് ബി, പെരിമീറ്റർ എത്രയാണ് നമുക്ക് തന്നിട്ടുണ്ട്? 26 ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ 2 ഇൻറ്റു എൽ പ്ലസ് ബി എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? 2l പ്ലസ് 2b ആണ്. കാരണം ഈ 2 ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ പോകുമ്പോൾ രണ്ട് ടേംസിനോടും മൾട്ടിപ്ലൈ ആവും. അപ്പോൾ 2l പ്ലസ് 2b എന്ന് തന്നെ പറയാം. അപ്പോൾ നമുക്ക് 2l പ്ലസ് 2b ഈക്വൽ ടു 26 എന്ന് കൊടുക്കാം. നമുക്ക് ഇവിടെ ഒരു ഇക്വേഷനായിട്ട് എഴുതാം. 2l പ്ലസ് 2b ഈക്വൽ ടു 26 എന്നുള്ളതാണ് നമ്മൾ ഒന്നാമത്തെ ഇക്വേഷനായിട്ട് എടുക്കുന്നത്. ഇനി നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ലെങ്ത്ത് ട്വൈസ് ആയത്, അതായത് ഈ നമ്മളിപ്പോൾ പറഞ്ഞ റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് എല്ലാണ്. അപ്പോൾ ലെങ്ത്ത് ട്വൈസ് ആയതെന്ന് പറഞ്ഞാൽ ലെങ്ത്ത് എത്രയായി? 2l ആയി. ലെങ്ത്ത് മാറിയിട്ട് 2l ആയി. ബ്രെഡ്ത്ത് ത്രൈസ് ആയി. ബ്രെഡ്ത്ത് എന്ന് പറയുമ്പോൾ ബി ആണ് നമ്മൾ ആദ്യത്തെ എടുത്തത്, അത് ത്രൈസ് ആവുക എന്ന് പറയുമ്പോൾ 3 ടൈംസ് ആവുക. അപ്പോൾ 3b ആയി. ലെങ്ത്ത് 2lഉം ബ്രെഡ്ത്ത് 3b ആയി മാറുന്ന സമയത്തുള്ള പെരിമീറ്റർ എത്രയാണ് തന്നിട്ടുണ്ട്? 62 ആണ് തന്നിട്ടുണ്ട്. അപ്പം എൽ പ്ലസ് ബി ഇൻറ്റു 2 ചെയ്താലാണ് നമുക്ക് പെരിമീറ്റർ കിട്ടുക. അതായത് ലെങ്ത്ത് പ്ലസ് ബ്രെഡ്ത്ത് ചെയ്ത് അതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പെരിമീറ്റർ കിട്ടും. നമ്മളെ പുതിയ റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത്ത് എത്രയാണ്? 2l. ബ്രെഡ്ത്ത് എത്രയാണ്? 3l. അപ്പം ഇത് രണ്ടും ആഡ് ചെയ്യണം, എന്നിട്ട് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതാണ് പെരിമീറ്റർ എന്ന് പറയുന്നത്. അതായത് ലെങ്ത്ത് പ്ലസ് ബ്രെഡ്ത്ത്. അപ്പോൾ 2l പ്ലസ് 3b ആഡ് ചെയ്ത് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് പുതിയ പെരിമീറ്റർ കിട്ടും. അത് നമുക്ക് 62 തന്നിട്ടുണ്ട്. അപ്പം 2l പ്ലസ് 3b എന്ന് പറയുന്നത് 62 ആണെങ്കിൽ, 2l പ്ലസ് 3b ഇൻറ്റു 2 എന്ന് പറയുന്നത് 62 ആണെങ്കിൽ 2l പ്ലസ് 3b എന്ന് പറയുന്നത് എന്താവും? ഈ മൾട്ടിപ്ലൈ ചെയ്ത 2 ഇങ്ങോട്ടേക്ക് വരും. ഇങ്ങോട്ടേക്ക് വരുമ്പോൾ അത് ഡിവൈഡഡ് ബൈ 2 ആവും. 62/2 എന്നുള്ളത് 31 കിട്ടും. അതായത് ഈ ഒരു ടേമിനോട് 2 ഗുണിച്ച സമയത്താണ് നമുക്ക് 62 കിട്ടിയത്. അപ്പോൾ ഈ ടേം എന്ന് പറയുന്നത് 31 ആയിരിക്കുമല്ലോ. 31നോട് 2 ഗുണിച്ചാൽ നമുക്ക് 62 കിട്ടും. അപ്പോൾ 2l പ്ലസ് 3b നമുക്ക് 31 കിട്ടി. ഇത് നമ്മളെ സെക്കൻഡ് ഇക്വേഷനായിട്ട് എടുക്കാം. നമ്മളെ ഫസ്റ്റ് ഇക്വേഷൻ 2l പ്ലസ് 2b ഈക്വൽ ടു 26ഉം സെക്കൻഡ് ഇക്വേഷൻ 2l പ്ലസ് 3b ഈക്വൽ ടു 31. ഈ രണ്ട് ഇക്വേഷൻ ഇനി സോൾവ് ചെയ്ത് നമ്മൾ എല്ലിൻ്റെയും ബിൻ്റെയും വാല്യൂ കണ്ടെത്തുക അടുത്ത സ്റ്റെപ്പ്. അപ്പോൾ നമ്മൾ ഈ രണ്ട് ഇക്വേഷനിലും 2l പ്ലസ് 2b ഈക്വൽ ടു 26 എന്ന് പറഞ്ഞ ഇക്വേഷനിലും 2l പ്ലസ് 3b ഈക്വൽ ടു 31 എന്ന് പറഞ്ഞ ഇക്വേഷനിലും നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും 2l എല്ലിൻ്റെത് ഒരേ ടേം വരുന്നുണ്ട് അല്ലേ. ബി എന്ന് പറയുന്നത് ഒന്നിൽ 2b ഒന്നിൽ 3b ആണ്.
പക്ഷേ ഇവിടെ L 2L 2L ആണ് 2ൽ വരുന്നത്. ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? കഴിഞ്ഞ പ്രോബ്ലത്തിൽ നമ്മൾ ചെയ്ത പോലെ ഒരു ഇക്വേഷൻ നിന്ന് മറ്റേ ഇക്വേഷൻ മൈനസ് ചെയ്യും. അപ്പം നമുക്ക് ഇത് നമ്മൾ ഒന്നാമത്തെ ഇക്വേഷൻ 12 പ്ലസ് 2b ഈക്വൽ ടു 26ഉം 12 പ്ലസ് 3b ഈക്വൽ ടു 31. അപ്പോൾ നമ്മൾ ഈ ഇക്വേഷൻ താഴെയുള്ള ഇക്വേഷനിൽ നിന്ന് മേലെയുള്ള ഇക്വേഷനാണ് മൈനസ് ചെയ്യുന്നത്. നമുക്ക് മൈനസ് ചെയ്യുമ്പം അറിയാം എല്ലിൻ്റെ ടേംസ് അല്ലെ എക്സിൻ്റെ ടേംസ് ഒപ്പരം മൈനസ് ചെയ്യുമ്പോൾ 12 12 ക്യാൻസലായിപ്പോൾ പിന്നെ 3bന്ന് 2b മൈനസ് ചെയ്യുന്ന സമയത്ത് ഒരു b വരും. അത് നമ്മൾ b എന്ന് മാത്രം എഴുതും. 3b മൈനസ് 2b ഒരു b വരും. 31 നിന്ന് 26 മൈനസ് ചെയ്യുമ്പോൾ 5 കിട്ടും. അപ്പോൾ നമുക്ക് ബീൻ്റെ വാല്യൂ 5 കിട്ടി. ഇനി നമ്മൾ ഈ വാല്യൂ നമുക്കറിയാം, നമുക്ക് പെരിമീറ്റർ 2 ഇൻറ്റു L പ്ലസ് ബി 26 ആണെങ്കിൽ L പ്ലസ് ബി എന്ന് പറയുന്നത് നമുക്ക് 13 ആയിരിക്കും അല്ലേ. 2 ഇൻറ്റു L പ്ലസ് ബി 26 ആണെങ്കിൽ വെറും L പ്ലസ് ബി എന്ന് പറയുന്നത് 2 ഇങ്ങോട്ടേക്ക് വരും. അപ്പോൾ 26/2 വരും, അത് 30. L പ്ലസ് ബി 13 ആണെന്നറിയാം. ബി നമ്മളിപ്പോൾ 5 ആണെന്ന് കിട്ടി. അപ്പോൾ ബി 5 ആണെങ്കിൽ L എത്രയായിരിക്കും? 13 മൈനസ് 5 ആയിരിക്കും. അപ്പം നമുക്ക് എല്ലിൻ്റെ വാല്യൂ 13 മൈനസ് 5 8 എന്ന് കിട്ടും. അപ്പോൾ ബ്രെഡ്ത്ത് 5ഉം ലെങ്ത്ത് നമുക്ക് 8ഉം കിട്ടി. അതായത് രണ്ട് സൈഡിൽ ഒരു സൈഡിൻ്റെ ലെങ്ത്ത് 8ഉം രണ്ടാമത്തെ സൈഡിൻ്റെ ലെങ്ത്ത് 5. ക്ലിയർ ആയോ? അപ്പോൾ നമ്മൾ അടുത്ത ചോദ്യം, 4 years ago Rahim's age was 3 times the age of Ramu and after 2 years this would become 2 times. What are their ages now? അപ്പോൾ നമ്മൾ അടുത്ത പ്രോബ്ലം ചോദ്യം വായിക്കുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാകും നമുക്ക് കണ്ടെത്തേണ്ടത് രാമുവിൻ്റെ ഏജ് എത്രയാണ്, റഹീമിൻ്റെ ഏജ് എത്രയാണ് എന്നുള്ളതാണ്. അപ്പം നമ്മൾ രാമുവിൻ്റെ ഏജ്, ഞാനിവിടെ രാമുവിൻ്റെ ഏജിന് y എന്നും റഹീമിൻ്റെ ഏജിന് x എന്നും എടുത്തു. അപ്പം ഇനി നമുക്ക് ചോദ്യം വായിച്ച് രണ്ട് ഇക്വേഷൻസ് ക്രിയേറ്റ് ചെയ്യാം. 4 വർഷം മുന്നേ രാമുവിൻ്റെ ഏജ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? രാമുവിൻ്റെ ഇപ്പോഴത്തെ ഏജാണ് y. അപ്പോൾ 4 വർഷം മുന്നേ രാമുവിൻ്റെ ഏജ് എന്ന് പറയുന്നത് y മൈനസ് 4 ആയിരിക്കും. അതായത് നമ്മളെ ഇപ്പോഴത്തെ ഏജ് 15 വയസ്സാണെങ്കിൽ 4 കൊല്ലം മുന്നേ ഉള്ള നമ്മളെ വയസ്സ് എന്ന് പറയുന്നത് 15 നിന്ന് 4 കുറച്ചിട്ടുള്ളതാണല്ലോ, 11 വയസ്സ്. അപ്പോൾ ഇപ്പം രാമുവിൻ്റെ വയസ്സ് y ആണെങ്കിൽ 4 കൊല്ലം മുന്നേ ഉള്ള രാമുവിൻ്റെ വയസ്സ് എന്ന് പറയുന്നത് y മൈനസ് 4 ആണ്. 4 കൊല്ലം മുന്നേയുള്ള റഹീമിൻ്റെ ഏജ് എന്ന് പറയുന്നത് x മൈനസ് 4 ആണ്. കാരണം റഹീമിൻ്റെ ഇപ്പോഴത്തെ ഏജ് x ആണ്. അപ്പോൾ x മൈനസ് 4 വരും. നമുക്ക് തന്നിട്ടുണ്ട് 4 കൊല്ലം മുന്നേ രാമുവിൻ്റെ ഏജ് എന്ന് പറയുന്നത് റഹീമിൻ്റെ ഏജ് എന്ന് പറയുന്നത് രാമുവിൻ്റെ ഏജിൻ്റെ 3 ഇരട്ടിയായിരുന്നു. അപ്പോൾ 4 കൊല്ലം മുന്നേ രാമുവിൻ്റെ ഏജ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു y മൈനസ് 4 ആണ്. അതിൻ്റെ 3 ഇരട്ടി, അതായത് 3 ഇൻറ്റു y മൈനസ് 4 ആണ് ആരുടെ ഏജ്? റഹീമിൻ്റെ ഏജ്. റഹീമിൻ്റെ 4 കൊല്ലം മുന്നേ ഉള്ള ഏജ് x മൈനസ് 4. അപ്പോൾ നമുക്ക് x മൈനസ് 4 ഈക്വൽ ടു 3 ഇൻറ്റു y മൈനസ് 4 എന്ന് കിട്ടി. അപ്പം ഇതിൽ നിന്ന് നമുക്ക് നമ്മളെ ഒന്നാമത്തെ ഇക്വേഷൻസ് ക്രിയേറ്റ് ചെയ്യാം. എങ്ങനെ വരും? x മൈനസ് 4 ഈക്വൽ ടു ഈ 3 ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ പോകും. അപ്പോൾ 3 വൈൻ്റെ അടുത്തും പോകും, 3 4ൻ്റെ അടുത്തും പോകും. അപ്പോൾ 3y മൈനസ് 3 ഇൻറ്റു 4 എന്നുള്ളത് 12 വരും. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് എക്സും വൈയും ഒരു സൈഡിൽ കൊണ്ടുവരാം. അപ്പോൾ എക്സ് ഈ 3y എന്നുള്ളത് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ മൈനസ് 3y. എക്സ് മൈനസ് 3y ഈക്വൽ ടു ഇവിടെ മൈനസ് 12 ഉണ്ട്. ഇവിടെയുള്ള 4 എന്ത് 4 ഇത്? മൈനസ് 4 ആണ്. മൈനസ് 4നെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകുമ്പോൾ പ്ലസ് 4 ആണ്. അപ്പോൾ മൈനസ് 12 പ്ലസ് 4 എന്ന് വരും. മൈനസ് 12 പ്ലസ് 4 ഈക്വൽ ടു മൈനസ് 8 വരും. ഇതാണ് നമ്മളെ ഒന്നാമത്തെ ഇക്വേഷൻ. എക്സ് മൈനസ് 3y ഈക്വൽ ടു മൈനസ് 8 എന്ന് പറയുന്നതാണ് നമ്മളെ ഒന്നാമത്തെ ഇക്വേഷൻ. ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് നിങ്ങളിത് ശ്രദ്ധിക്കണ്ട. ഇനി നമുക്ക് ചോദ്യം ഒന്നുകൂടെ, ഇതിപ്പോൾ നമുക്ക് ഒരു ഇക്വേഷനെ കിട്ടി, നമുക്ക് 2 ഇക്വേഷൻസ് ക്രിയേറ്റ് ചെയ്യണം അല്ലേ. അപ്പം നമ്മളോട് പറഞ്ഞിട്ടുണ്ട് 2 കൊല്ലത്തിന് ശേഷം, അതായത് ഇപ്പോൾ ഉള്ള രാമുവിൻ്റെ ഏജ് y ആണ്, റഹീമിൻ്റെ ഏജ് x ആണ്. അപ്പോൾ 2 കൊല്ലത്തിന് ശേഷമുള്ള രാമുവിൻ്റെ ഏജും റഹീമിൻ്റെ ഏജും എന്ത് വരും? y പ്ലസ് 2ഉം x പ്ലസ് 2ഉം. ക്ലിയർ അല്ലേ? നമ്മൾ ഇപ്പോൾ ഉള്ള വയസ്സ് 10 വയസ്സാണെങ്കിൽ 2 കൊല്ലം കഴിഞ്ഞാൽ 12 വയസ്സ്. അപ്പോൾ ഇപ്പം y ആണെങ്കിൽ 2 കൊല്ലം കഴിഞ്ഞാൽ y പ്ലസ് 2.
ഇപ്പം എക്സ് ആണെങ്കിൽ 2 കൊല്ലം കഴിഞ്ഞാൽ x+2. അതെങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്, രാമുവിൻ്റെ ഏജിൻ്റെ ഡബിൾ ആയിരിക്കും റഹീമിൻ്റെ ഏജ് എന്നാണ് പറഞ്ഞു. 2 കൊല്ലം കഴിഞ്ഞാൽ രാമുവിൻ്റെ ഏജിൻ്റെ ഡബിൾ ആയിരിക്കും. ഡബിൾ എന്ന് പറയുമ്പോൾ × 2 എന്ന് വരും. അപ്പം നമുക്ക് എന്ത് പറയാം, റഹീമിൻ്റെ ഏജ് 2 കൊല്ലം കഴിഞ്ഞാൽ റഹീമിൻ്റെ ഏജ് = 2 × നമ്മളെ രാമുവിൻ്റെ ഏജ് 2 × y+2. ഇതിനി നമുക്ക് സോൾവ് ചെയ്യാം ഇത്. അതായത് എക്സ് ശ്രദ്ധിച്ചോ, ഒറ്റ സ്റ്റെപ്പിൽ ചെയ്യുന്നുണ്ട്. നമുക്കിവിടെ 2 × y ചെയ്യുമ്പോൾ 2y വരും. ഈ 2yനെ നമ്മൾ ഇങ്ങോട്ടേക്ക് എടുക്കുമ്പോൾ -2y വരും അല്ലേ, നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ. പിന്നെ ഇവിടെ ബാക്കി ഉണ്ടാവുക 2 മാത്രമല്ല, ശ്രദ്ധിക്കണം, ഈ 2 × 2 ചെയ്ത 4 ഉണ്ടാവും. 4 ഇവിടെ വരും. ഈ +2 ഇങ്ങോട്ടേക്ക് വരുമ്പോൾ -2 വരും. അപ്പോൾ 4 - 2 2 വരും. ഇതാണ് നമ്മളെ രണ്ടാമത്തെ ഇക്വേഷൻ. ക്ലിയർ അല്ലേ? ഇനി നമ്മൾ 2 ഇക്വേഷൻസ് നോക്കിയാൽ മനസ്സിലാവും നമുക്ക്. അതായത് ഇത് നമ്മൾ ഒന്നാമത്തെ ഇക്വേഷൻ x - 3y = -8ഉം x - 2y = 2ഉം വരും. 2 ഇക്വേഷൻ നോക്കി നമ്മളിതാ ഇത്രയും സമയം ചെയ്ത പ്രോബ്ലം പോലെ തന്നെ ഇവിടെ x സെയിം ആണ് അല്ലേ, y ആ ഡിഫറൻസ് വരുന്നത്. അപ്പോൾ സെയിം ആകുമ്പോൾ നമ്മൾ ഒരു ഇക്വേഷന് മറ്റേ ഇക്വേഷൻ മൈനസ് ചെയ്യും. അപ്പം നമുക്ക് ഈ ഇക്വേഷന് ഈ ഇക്വേഷൻ മൈനസ് ചെയ്താൽ എക്സിന്ന് എക്സ് മൈനസ് ചെയ്താൽ 0 വരും. -3y-ന്ന് -2y മൈനസ് ചെയ്താൽ -3y - -2y എന്നുള്ളത് -3y + 2y ആവും. അത് നമുക്ക് -y എന്ന് കിട്ടും. പിന്നെ -8 - 2 എന്നാണ് വരിക. നമ്മൾ ഈ ഇക്വേഷൻ മൈനസ് ചെയ്യുക ചെയ്യുന്നത്. അപ്പം -8 - 2 വരും. -8 - 2 എന്നുള്ളത് -10 കിട്ടും. നമുക്ക് -y = -10 കിട്ടി. അപ്പോൾ y എന്തായിരിക്കും? +10. -y -10 ആണെങ്കിൽ y എന്ന് പറയുന്നത് നമുക്ക് +10 കിട്ടും. അപ്പോൾ y കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിനി ഇത് ഒന്നാമത്തെ ഇക്വേഷനിൽ വൈന് പകരം നമ്മൾ 10 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എക്സിൻ്റെ വാല്യൂ കിട്ടില്ലേ. അപ്പോൾ ഒന്നാമത്തെ ഇക്വേഷനിൽ നമുക്ക് എന്താ പറയുന്നത്, x - 4 = 3 × y - 4 വരും. അപ്പോൾ വൈക്ക് പകരം നമ്മൾ 10 കൊടുത്തു കഴിഞ്ഞാൽ എന്ത് വരും? 10 - 4 വരും. 3 × 10 - 4 വരും. 3 × 10 - 4 6 വരും. 3 × 6 = 18 കിട്ടും. അപ്പോൾ നമുക്ക് x - 4 = 18 കിട്ടി. അപ്പോൾ x = ഈ -4 അങ്ങോട്ടേക്ക് വരും, +4 വരും. സോ എക്സിൻ്റെ വാല്യൂ നമുക്ക് 22 എന്ന് കിട്ടി. വൈൻ്റെ വാല്യൂ 10ഉം എക്സിൻ്റെ വാല്യൂ 22 എന്നും കിട്ടി. ക്ലിയർ ആയോ? അടുത്ത ചോദ്യം, എ വയർ 1 meter long is cut into 2 pieces, one of which is bent into a square and the other into a equilateral triangle. 3 times the sides of the square and 2 times the sides of the equilateral triangle make 71 centimeter. What are the length of the pieces? പിന്നെ നമ്മൾ അടുത്ത ചോദ്യം നമ്മൾ ഇതിന് മുന്നേ നമ്മൾ ഇങ്ങനത്തെ ഒരു ചോദ്യം ചെയ്തിട്ടുണ്ട്. അതായത് 1 മീറ്റർ നീളമുള്ള ഒരു വയർ, ആ വയറിനെ എവിടെയോ വെച്ച് കട്ട് ചെയ്യും. നമുക്ക് തൽക്കാലം ഇവിടെ വെച്ച് കട്ട് ചെയ്യുന്നു എന്ന് എടുക്കാം. ഇപ്പോൾ കട്ട് ചെയ്ത ഫസ്റ്റ് ഭാഗത്തിനെ കൊണ്ട് നമ്മൾ ബെൻഡ് ചെയ്തിട്ട് ഒരു സ്ക്വയറും സെക്കൻഡ് ഭാഗം ബെൻഡ് ചെയ്ത് ഒരു ഇക്വലേറ്ററൽ ട്രയാങ്കിളും ഉണ്ടാക്കി. സ്ക്വയർ എന്ന് പറയുമ്പോൾ എല്ലാ വശവും ഈക്വലാണ്, ഇക്വലേറ്ററൽ ട്രയാങ്കിളിൻ്റെ എല്ലാ വശവും ഈക്വലാണ്. ഓക്കെ, നമ്മൾ സ്ക്വയറിൻ്റെ ഒരു വശത്തിനാണ് നമ്മൾ എക്സ് എന്ന് എടുക്കുന്നത്, ഇക്വലേറ്ററൽ ട്രയാങ്കിളിൻ്റെ ഒരു വശത്തിനാണ് നമ്മൾ വൈ എന്ന് എടുക്കുന്നത്. നമുക്ക് എവിടെ വെച്ച് ബെൻഡ് ചെയ്തു എന്നുള്ളതാണ് കണ്ടെത്തേണ്ടത്. അതായത് ഈ ലെങ്ത്താണ് എത്ര വരും, ഈ ലെങ്ത്ത് എത്ര വരും എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സാധാരണ നമ്മൾ അതിനാണ് എക്സ് വൈന്ന് കൊടുക്കുക അല്ലേ, കണ്ടുപിടിക്കാനുള്ളതിനാണ് എക്സ് വൈ കൊടുക്കുക. ഇവിടെ നമ്മളെ കാൽക്കുലേഷൻസ് എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്ക്വയറിൻ്റെ ഒരു സൈഡിനാണ് നമ്മൾ എക്സ് എന്ന് കൊടുക്കുന്നത്. അതായത് ഈ സ്ക്വയറിൻ്റെ നമ്മൾ പറഞ്ഞു 1 മീറ്റർ നീളമുള്ള ഈ ഒരു വയറിനെ നമ്മൾ എവിടെയോ വെച്ച് കട്ട് ചെയ്തു. അതിൻ്റെ ഫസ്റ്റ് ഭാഗം ബെൻഡ് ചെയ്ത് നമ്മളൊരു സ്ക്വയർ ഉണ്ടാക്കി. സ്ക്വയറിൻ്റെ ഒരു വശം എക്സ് ആണല്ലോ, അപ്പോൾ ഈ വശം എക്സ് ആയിരിക്കും, ഇതും എക്സ് ആയിരിക്കും, ഇതും എക്സ് ആയിരിക്കും അല്ലേ. എക്സ് 4 വശം എക്സ് അല്ലേ. അപ്പോൾ ഈ ഒരു സ്ക്വയറിനെ നമ്മൾ ഒന്ന് നീർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ലെങ്ത്ത് കിട്ടില്ലേ. അതായത് ഈ ചുറ്റുമുള്ള ലെങ്ത്ത്, അതായത് ഇതിൻ്റെ പെരിമീറ്റർ എന്ന് പറയുന്നതാണ് ഈ ഒരു ലെങ്ത്ത്. ഈ സ്ക്വയറിൻ്റെ പെരിമീറ്റർ എത്രയാണ്? 4x ആണല്ലേ.
അതായത് എക്സ് കൂട്ടണം എക്സ് കൂട്ടണം എക്സ് കൂട്ടണം എക്സ്, ചുറ്റുമുള്ള അളവാണല്ലോ ചുറ്റളവ്. അപ്പം 4 പ്രാവശ്യം അത് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ചുറ്റളവ് കിട്ടും. അപ്പം ഈ ചുറ്റളവാണ് ഈ ലെങ്ത്ത് എന്ന് പറയുന്നത്, 4x എന്ന് പറയുന്നത് ഈ ലെങ്ത്ത്. ഇനി ഈ ബാക്കിയുള്ള വയറിനെ കൊണ്ട് ബെൻഡ് ചെയ്ത് നമ്മൾ ഇക്വലേറ്ററൽ ട്രയാങ്കിളാണ് ഉണ്ടാക്കിയത്. ഇക്വലേറ്ററൽ ട്രയാങ്കിളുടെ ഒരു സൈഡ് y ആയിട്ട് എടുത്തു നമ്മൾ. അപ്പം മറ്റേ സൈഡും y, ഈ സൈഡും y. ഇതിൻ്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് എത്ര വരും? y + y + y, 3y വരും. ഈ ചുറ്റുമുള്ള അളവാണല്ലോ ഈ ലെങ്ത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലെങ്ത്ത് എന്ത് വരും? 3y കിട്ടും. നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ഈ ലെങ്ത്ത് എത്ര, ഈ ലെങ്ത്ത് എത്ര എന്നാണ്. അപ്പം നമ്മൾ എക്സും വൈയും കണ്ടുപിടിച്ചാൽ 4 × x ചെയ്താൽ നമുക്ക് ഈ ലെങ്ത്തും കിട്ടും, 3 × y ചെയ്താൽ നമുക്ക് ഈ ലെങ്ത്തും കിട്ടും. അപ്പം നമുക്ക് കണ്ടുപിടിക്കേണ്ടതായല്ലോ. അപ്പം ഇക്വേഷൻസ് ഫോം ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ 1 സൈഡ് ഓഫ് ദ സ്ക്വയറിനാണ് എക്സ് എന്ന് കൊടുക്കുന്നത്, 1 സൈഡ് ഓഫ് ദ ഇക്വലേറ്ററൽ ട്രയാങ്കിളാണ് വൈ എന്ന് കൊടുക്കുന്നത്. അപ്പം നിങ്ങൾ ചോദ്യം ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത്, നമ്മളിവിടെ എക്സും വൈയും, നമ്മളെല്ലാ പ്രോബ്ലത്തിലും അവസാനം എക്സും വൈയും മാത്രമാണ് കണ്ടുപിടിക്കുന്നത്. ഇവിടെ എക്സും വൈയും മാത്രം കണ്ടുപിടിച്ചാൽ പോരാ, എക്സും വൈയും കണ്ടെത്തി 4x-ൻ്റെ വാല്യൂയും 3y-ൻ്റെ വാല്യൂ എത്രയാണെന്ന് കണ്ടെത്തണം. അതാണ് നമ്മളെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ നമ്മൾ ഇവിടെ എക്സ് ആയിട്ട് എടുക്കുന്നത് 1 സൈഡ് ഓഫ് ദ സ്ക്വയറും 1 സൈഡ് ഓഫ് ദ ഇക്വലേറ്ററൽ ട്രയാങ്കിൾ വൈ ആയിട്ടും എടുക്കും. ഇനി നമുക്കറിയാം ഇവിടുന്ന് ഇവിടെ വരെയുള്ള നീളം എന്ന് പറയുന്നത് 4x ആണ്. ഈ ബാക്കി ഭാഗം എന്ന് പറയുന്നത് 3y ആണ്. അപ്പോൾ 4x-ഉം 3y-യും ആഡ് ചെയ്താൽ നമുക്ക് എത്ര വരും? 1 മീറ്റർ എന്ന് വരും അല്ലേ? മൊത്തം ലെങ്ത്ത് 1 മീറ്റർ ആണ് തന്നിട്ടുണ്ടല്ലോ. ഈ സ്ക്വയർ ഉണ്ടാക്കാൻ എടുത്ത വയറിൻ്റെ നീളം 4x-ഉം ഇക്വലേറ്ററൽ ട്രയാങ്കിൾ ഉണ്ടാക്കാൻ എടുത്ത വയറിൻ്റെ നീളം 3y ആണ്. അപ്പോൾ ഇത് രണ്ടും ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 1 മീറ്റർ കിട്ടും. അങ്ങനെയാണ് നമ്മൾ ഫസ്റ്റ് ഇക്വേഷൻ ഫോം ചെയ്യുന്നത്. 4x + 3y = 100 സെൻറ്റിമീറ്റർ. തെറ്റില്ലല്ലോ, കാരണം 100 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നതാണ് എന്ത്? 1 മീറ്റർ എന്ന് പറയുന്നത്. നമുക്ക് 4x + 3y = 100 സെൻറ്റിമീറ്റർ എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് ഒരു ഇക്വേഷൻ കിട്ടി. ഇനി നമ്മൾ രണ്ടാമത്തെ ഇക്വേഷൻ ഫോം ചെയ്യുന്നത് ചോദ്യം വായിച്ചിട്ട് തന്നെ. അതായത് 3 × 1 സൈഡ് ഓഫ് എ സ്ക്വയറും 2 × 1 സൈഡ് ഓഫ് എൻ ഇക്വലേറ്ററൽ ട്രയാങ്കിളും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 71 സെൻറ്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ 3x + 2y = 71 സെൻറ്റിമീറ്റർ എന്ന് എഴുതാലോ. അങ്ങനെ നമുക്ക് 2 ഇക്വേഷൻസ് കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോകും? 2 ഇക്വേഷൻസ് സോൾവ് ചെയ്ത് എക്സിൻ്റെയും വാല്യൂ കണ്ടെത്തും. നമ്മൾ ഇതുവരെ ചെയ്തതിലല്ല നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലേ, നമുക്കൊന്നെങ്കിൽ എക്സ് വാല്യൂസ് സെയിം ആയിട്ടുണ്ടാവും. ഇവിടെ പക്ഷേ 4x 3x ഡിഫറെൻ്റ് ആണ് അല്ലേ? അല്ലെ y വാല്യൂസ് സെയിം ആയിട്ടുണ്ടാവും. അങ്ങനെ നമ്മൾ മൈനസ് ചെയ്തിട്ടാണ് സോൾവ് ചെയ്യൽ. ഇവിടെ രണ്ടും ഡിഫറെൻ്റ് ആയിട്ടാണ് വരുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ആ ഇക്വേഷൻസിൻ്റെ ഇവിടെ 3x-നെയും 4x-ഉം തമ്മിൽ നമുക്ക് ഈ 3x-നെ നമുക്ക് 4x ആക്കാൻ പറ്റുമോ നോക്കാം. ഇവിടെ പറ്റില്ല. നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം ശ്രദ്ധിച്ച് നോക്കാം. നമ്മൾ ഒന്നാമത്തെ ഇക്വേഷന് മൊത്തമായിട്ടും 3 കൊണ്ട് ഗുണിക്കാൻ പോവാം. രണ്ടാമത്തെ ഇക്വേഷന് മൊത്തമായിട്ടും 4 കൊണ്ട് ഗുണിക്കാൻ പോവാണ്. അപ്പോൾ നമുക്ക് എന്ത് മാറ്റം? ഇക്വേഷൻസിനെ ഒരു സംഖ്യ കൊണ്ട് മൊത്തമായിട്ട് ഗുണിക്കുമ്പോൾ ഇക്വേഷന് വലിയ മാറ്റം വരുമല്ലോ. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ഇക്വേഷന് 3 കൊണ്ട് ഗുണിക്കാം. അപ്പോൾ 4x-നെ 3 കൊണ്ട് ഗുണിക്കുമ്പോൾ 4 × 3 12x ആവും. 3y-നെ 3 കൊണ്ട് ഗുണിക്കുമ്പോൾ 9y ആവും. 3 × 3y 9y. 100-നെ 3 കൊണ്ട് ഗുണിക്കുമ്പോൾ 300 ആവും. അപ്പം നമുക്ക് 12x + 9y = 300 കിട്ടി. ഇനി നമ്മൾ പറഞ്ഞത് രണ്ടാമത്തെ ഇക്വേഷനെ 4 കൊണ്ട് ഗുണിക്കുന്നു എന്നാണ്. രണ്ടാമത്തെ ഇക്വേഷനെ 4 കൊണ്ട് ഗുണിക്കുന്നു. അപ്പോൾ ഇതല്ലേ രണ്ടാമത്തെ ഇക്വേഷൻ. 3 × 4 ചെയ്യുമ്പോൾ നമുക്ക് 12x കിട്ടും. ഇനി 4 × 2, 4 കൊണ്ടാണ് ഗുണിക്കുന്നത് രണ്ടാമത്തെ ഇക്വേഷൻ. അപ്പോൾ 4 × 2 ഗുണിക്കുമ്പോൾ 8y കിട്ടും. 4 × 71 ചെയ്യുമ്പോൾ നമുക്ക് 284 കിട്ടും. ഇപ്പം നമുക്ക് 2 ഇക്വേഷൻസ് കിട്ടിയല്ലോ. ഈ ഇക്വേഷൻ നമ്മൾ ഒന്നാമത്തെ ഇക്വേഷനോട് ഈക്വലാണ്, ഈ ഇക്വേഷൻ നമ്മൾ രണ്ടാമത്തെ ഇക്വേഷനോട് ഈക്വലാണ്. അപ്പോൾ ഇത് രണ്ടും സോൾവ് ചെയ്ത് എക്സും വൈയും കണ്ടെത്തുന്നത് തന്നെയാണ് ഈ 2 ഇക്വേഷൻ സോൾവ് ചെയ്ത് എക്സും വൈയും കണ്ടെത്തുന്നത്. ശ്രദ്ധിക്കണം, നമ്മൾ ഒന്നാമത്തെ ഇക്വേഷന് രണ്ടാമത്തെ ഇക്വേഷനിലെ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ഏതാ? 3 അല്ലേ? അതുകൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്തത്.
രണ്ടാമത്തെ ഇക്വേഷന് ഒന്നാമത്തെ ഇക്വേഷനിൽ എക്സിൻ്റെ കോയഫിഷ്യൻ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. നമ്മൾ പറയുമ്പം 1 × 3 എന്നും ഇക്വേഷൻ 2 × 4 എന്നുമാണ് പറയുന്നത്. ഈ 3ഉം 4ഉം വന്നത് ഇങ്ങനെയാണ്. ഇപ്പം നമുക്ക് കിട്ടിയ പുതിയ ഇക്വേഷൻ നമുക്കറിയാം അല്ലേ, 12x 12x രണ്ടും സെയിം ആയിട്ടുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യും? മൈനസ് ചെയ്യും. ഈ ഇക്വേഷൻ മൈനസ് ചെയ്യുമ്പോൾ 9y 8y മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? y വരും. 300 284 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 16 കിട്ടും. അപ്പോൾ നമുക്ക് y = 16 കിട്ടി. ഇനി നമ്മൾ ഈ yൻ്റെ വാല്യൂ നമ്മൾ ഒന്നാമത്തെ ഇക്വേഷനിൽ കൊടുത്ത് എക്സിൻ്റെ വാല്യൂ കണ്ടെത്തും. അപ്പോൾ ഒന്നാമത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത് 4x × 3y = 100 ആയിരുന്നു. വൈക്ക് പകരം നമ്മൾ 16 കൊടുത്തു. അപ്പോൾ നമുക്ക് 4x = 3 × 16 = 48 ആണ്. ആ 48 അങ്ങോട്ടേക്ക് പോകും. അപ്പോൾ +48 എന്നുള്ളത് അങ്ങോട്ട് പോകുമ്പോൾ -48 ആവും. അപ്പോൾ 4x = 100 - 48 52 വരും. 4x 52 ആണെങ്കിൽ x = 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 52/4 വരും. അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 13 ആണ്. അപ്പോൾ നമുക്ക് y = 16 കിട്ടി, x = 13 കിട്ടി. നമ്മൾ ഇത്ര കണ്ടുപിടിച്ചാൽ മതിയോ? പോരാ. നമ്മളിവിടെ എക്സും വൈയും മാത്രം കണ്ടുപിടിച്ചാൽ പോരാ അല്ലേ, നമുക്ക് ഒന്നും കൂടെ കണ്ടുപിടിക്കണം. 4xൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. 4 × x ചെയ്താൽ നമുക്ക് 52 വരും. 3 × y ചെയ്താൽ 48 കിട്ടും. അപ്പോൾ നമുക്ക് 52 ലെങ്ത്തുള്ള ഒരു വയറും 48 ലെങ്ത്തിൽ ബാക്കി വയറും കട്ട് ചെയ്ത വരുന്ന രീതിയിലാണ് നമ്മൾ ഈ 1 മീറ്റർ ലെങ്ത്തായ വയറിനെ കട്ട് ചെയ്യേണ്ടത്. ക്ലിയർ ആയോ? അടുത്ത ചോദ്യം, ദ പ്രൈസ് ഓഫ് 2 kilograms ഓഫ് ഓറഞ്ച് ആൻഡ് 3 kilograms ഓഫ് ആപ്പിൾ ഈസ് 520 rupees. ദ പ്രൈസ് ഓഫ് 3 kilograms ഓഫ് ഓറഞ്ച് ആൻഡ് 2 kilograms ഓഫ് ആപ്പിൾ ഈസ് 480 rupees. വാട്ട് ഈസ് ദ പ്രൈസ് ഓഫ് ഈച്ച്? നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ആപ്പിളിൻ്റെയും ഓറഞ്ചിൻ്റെയും പ്രൈസാണ്. അപ്പം നമ്മൾ പ്രൈസ് ഓഫ് ദ ഓറഞ്ചിന് എക്സ് എന്ന് കൊടുത്തു, പ്രൈസ് ഓഫ് ദ ആപ്പിളിന് വൈ എന്ന് കൊടുത്തു. ഇനി നമ്മൾ 2 ഇക്വേഷൻ ക്രിയേറ്റ് ചെയ്യണം. 2x + 3y = 515, 3x + 2y = 418 വരും. കാരണം രണ്ട് ഓറഞ്ചിൻ്റെയും 3 ആപ്പിളിൻ്റെയും പ്രൈസ് 520 തന്നിട്ടുണ്ട്. അപ്പം ഓരോ ഓറഞ്ചിൻ്റെ പ്രൈസ് എക്സ് എടുത്തുകൊണ്ട് 2x + 3y 520, 3x + 2y 418 കിട്ടും. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കണം, എക്സും വൈയും സെയിം അല്ലല്ലേ, അതുകൊണ്ട് നമുക്ക് മൈനസ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഒന്നാമത്തെ ഇക്വേഷനെ 3 കൊണ്ടും രണ്ടാമത്തെ ഇക്വേഷനെ 2 കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്യും. ഒന്നാമത്തെ ഇക്വേഷനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 2x എന്നുള്ളത് 3x ആവും, 3y എന്നുള്ളത് 9y ആവും, പിന്നെ 520 എന്നുള്ളത് 1560 വരും. ഇനി നമ്മൾ രണ്ടാമത്തെ ഇക്വേഷന് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 6x + 4y = 960 വരും. സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് വൈൻ്റെ വാല്യൂ 120 കിട്ടും. ഇനി നമ്മൾ വൈൻ്റെ വാല്യൂ 120 എന്നുള്ളത് ഒന്നാമത്തെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് 2x + 3 × വൈക്ക് പകരം 120 കൊടുക്കുമ്പോൾ നമുക്ക് 520 കിട്ടി. അത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എക്സിൻ്റെ വാല്യൂ 80 കിട്ടി. അങ്ങനെ x = 80 കിട്ടി, y = 120 കിട്ടി. ക്ലിയർ ആണോ?